ഹായ്, എൻ്റെ പേര് ജോംസി. നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ കോമ്പിറ്റൻസി എക്സാമായ CBTയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് മെൻ്റൽ ഹെൽത്ത് ആക്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത് സൈക്യാട്രിക് നഴ്സിംഗിന് മാത്രമല്ലേ മെൻ്റൽ ഹെൽത്ത് ആക്ട് ചോദിക്കുകയുള്ളൂ എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരിക്കലുമല്ല, മെൻ്റൽ ഹെൽത്ത് ആക്ട് എല്ലാ സ്പെഷ്യാലിറ്റിയിലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അഡൽട്ട് നഴ്സിംഗ്, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, പീഡിയാട്രിക്സ്, മിഡ്വൈഫറി, ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് നഴ്സിംഗ് അസോസിയേറ്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് മെൻ്റൽ ഹെൽത്ത് ആക്ട് എന്നുള്ളത് നോക്കാം. മെൻ്റൽ ഹെൽത്ത് ആക്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1983-ലാണ്. ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് 2007-ൽ വന്നിട്ടുണ്ട്. The Mental Health Act is a law that tells people with a mental health disorder what their rights are and how they can be treated. മെൻ്റലി ഇല്ലായിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ഉള്ളൊരു വ്യക്തി, അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ അവരെ എങ്ങനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു കാര്യങ്ങളാണ് മെൻ്റൽ ഹെൽത്ത് ആക്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ? ദ ടേം മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് പീപ്പിൾ ഹു ഹാവ് എ മെൻ്റൽ ഇൽനസ്, എ ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് എ പേഴ്സണാലിറ്റി ഡിസോർഡർ. മെൻ്റൽ ഹെൽത്ത് ആക്ട് ആക്ച്വലി പല സെക്ഷൻസ് ആയിട്ടാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 2, സെക്ഷൻ 3 ആൻഡ് സെക്ഷൻ 117. അതിൽ സെക്ഷൻ 2-ൽ ഡിറ്റൻഷൻ ഫോർ അസസ്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽ. Patient could be detained up to 28 days under Section 2 of the Mental Health Act. നമുക്ക് പലപ്പോഴും ഇപ്പം ഒരു മെൻ്റലി ഇല്ലാണ് ആ ഒരു വ്യക്തി, അവർക്ക് തന്നെ അപകടമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് ഈ ഒരു മെൻ്റലി ഇല്ലായിട്ടുള്ള പേഴ്സൺ കാരണം എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, അവർ ഡേഞ്ചറാണ് എന്ന് തോന്നുന്ന അവസ്ഥയിൽ AMHP, അപ്രൂവ്ഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, ഒരു അപ്രൂവ്ഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു നിയറസ്റ്റ് റിലേറ്റീവിന് തോന്നുവാണ് ഈ ഒരു വ്യക്തി അപകടത്തിലാണല്ലോ, അവരുടെ ഹെൽത്ത് അപകടത്തിലാണല്ലോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മൂലം മറ്റുള്ളവർ അപകടത്തിലാണല്ലോ എന്ന് തോന്നുന്ന അവസ്ഥയിൽ ഹോസ്പിറ്റലൈസേഷൻ വേണം എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ഇവരെ ഡീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 28 ദിവസം ഹോസ്പിറ്റലിൽ നമ്മൾ അസസ് ചെയ്യുവാണ് ഈ ഒരു വ്യക്തിയെ. ഓക്കെ, വിത്തിൻ 28 ഡേയ്സ് നമ്മൾ അസസ് ചെയ്യുന്ന എന്താണ്, വാട്ട് ടൈപ്പ് ഓഫ് മെൻ്റൽ ഡിസോർഡർ ദേ ഹാവ് and they need any treatment and how the treatment will affect the health of the person. ഓക്കെ, അപ്പോൾ നമ്മൾ അസസ് ചെയ്ത് നമ്മൾ ഡിസൈഡ് ചെയ്യാണ് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് വേണോ, ഇവർക്ക് എന്ത് മെൻ്റൽ ഡിസോർഡർ ആണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അതിനുശേഷം സെക്ഷൻ 3-ൽ പറയുന്നത് ഡിറ്റൻഷൻ ഫോർ ട്രീറ്റ്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽ. The patient could be detained up to 6 months under Section 3 of the Mental Health Act. ഓക്കെ, ഇതിൽ പറയുന്നത് ഹോസ്പിറ്റലിൽ അവർക്കൊരു 6 മന്ത്സ് വരെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാണ്. അവരെ ഡയഗ്നോസ് ചെയ്തു, ഓക്കെ ഇതാണ് മെൻ്റലി ഇല്ലാണ്, അവരുടെ ഡയഗ്നോസിസ് ഇന്നതാണ്, നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം അവരെ വീണ്ടും നമ്മൾ അസസ് ചെയ്യുകയാണ്, ഓക്കെ ഫർദർ റിന്യൂവൽസ് ആവശ്യമുണ്ടോ, ഫർദർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അതാണ് സെക്ഷൻ 3-ൽ പറയുന്നത്. ഓക്കെ, ഡിറ്റൻഷൻ ഫോർ ട്രീറ്റ്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽ. ദെൻ സെക്ഷൻ 117-ൽ നമ്മൾ ആഫ്റ്റർ കെയർ സർവീസസിനെ പറ്റിയാണ് പറയുന്നത്. ഇത് ആക്ച്വലി കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ചാർജ് ആണ്. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ ഇതിന് നമ്മൾ കമ്മ്യൂണിറ്റി ട്രീറ്റ്മെൻറ്റ് ഓർഡർ എന്നൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് അലൗസ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഡീറ്റെയിൻഡ് ഇൻ ഹോസ്പിറ്റൽ ഫോർ ട്രീറ്റ്മെൻറ്റ് ടു ലീവ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഗെറ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി. ഓക്കെ, ഓൾറെഡി ഈ ഒരു വ്യക്തി മെൻ്റൽ ഹെൽത്ത് ആക്ടിൻ്റെ അണ്ടറിലാണ്, പക്ഷേ എന്താണ്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് കമ്മ്യൂണിറ്റി ട്രീറ്റ്മെൻറ്റ് ഓർഡറിൽ പറയുന്നത്. ഇതിന് നമ്മൾ വേറൊരു പേര് കൂടി പറയും, സൂപ്പർവൈസ്ഡ് കമ്മ്യൂണിറ്റി ട്രീറ്റ്മെൻറ്റ് എന്നുകൂടി പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ആക്ട് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന 2 വ്യക്തികളാണ് അല്ലേ, അപ്രൂവ്ഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് മെൻ്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ്സ്. ഈ അപ്രൂവ്ഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെൻ്റൽ ഹെൽത്ത് വർക്കർ ഹു ഹാസ് സ്പെഷ്യൽ ട്രെയിനിങ് ടു പ്രൊവൈഡ് ഹെൽപ്പ് ആൻഡ് ഗിവ് അസിസ്റ്റൻസ് ടു പീപ്പിൾ ഹു ആർ ബീങ് ട്രീറ്റഡ് അണ്ടർ ദ മെൻ്റൽ ഹെൽത്ത് ആക്ട്. ഓക്കെ, ഇത് എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി സൈക്യാട്രിക് നേഴ്സ് ആവാം, അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ ആവാം, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആരും ലൈക്ക് സൈക്കോളജിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ആണ് കേട്ടോ ഈ അപ്രൂവ്ഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്നാണ് പറയുന്നത്. ഈ ഒരു മെൻ്റലി ഇല്ലാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു വ്യക്തിയെ ആദ്യമായിട്ട് കാണുന്നില്ല, 2 ദിവസം കാണുന്നതല്ല, അവർ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഓക്കെ ഈ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ഹാമാണ്, അവരുടെ ഹെൽത്തിന് തന്നെ അവർ പ്രശ്നത്തിലാണ് എന്ന് അസസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ അപ്രൂവ്ഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IMCA, ഇൻഡിപെൻഡൻറ്റ് മെൻ്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ്, ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ഹു ലാക്സ് എ മെൻ്റൽ കപ്പാസിറ്റി വിത്ത് റൈറ്റ്സ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻസ്. നമുക്ക് മെൻ്റലി ഇല്ലായിട്ടുള്ളൊരു വ്യക്തിക്ക് അവർക്ക് സ്വയം അവരുടെ ഡിസിഷൻസ് എടുക്കാനും ഒന്നും സാധിച്ചെന്ന് വരത്തില്ല അല്ലേ, അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് അവർക്ക്
നിങ്ങൾക്ക് അറിയണമെന്നില്ല. ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളാണ് ഇൻഡിപെൻഡൻറ്റ് മെൻ്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ്. ദെൻ മെൻ്റൽ കപ്പാസിറ്റി ആക്ട് 2005. മെൻ്റലി ഇല്ലായിട്ടുള്ളൊരു വ്യക്തിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഡിമെൻഷ്യ ആയിട്ടുള്ള എല്ലാ വ്യക്തികളും എന്താ പറയുക, അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള എല്ലാ ലേണിംഗ് ഡിസബിലിറ്റി അവരുടെ കപ്പാസിറ്റി ഒരേപോലെ ആയിരിക്കും? ഒരിക്കലും അല്ല, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ അവരുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, ഇപ്പോൾ ഒരു ഡിമെൻഷ്യ പേഷ്യൻ്റ് അവരുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കപ്പാസിറ്റി ആയിരിക്കില്ല, പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും. അപ്പം അവരുടെ ആ ഒരു കപ്പാസിറ്റി, എന്താ പറയുക, അവരുടെ ഡിസിഷൻസ്, അവരെ എങ്ങനെ വേണം നമ്മൾ കാര്യങ്ങൾ ഇത് ചെയ്യാൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു മെൻ്റൽ കപ്പാസിറ്റി ആക്ട് 2005 പറയുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻ ടു പ്രൊട്ടക്റ്റ് ആൻഡ് എംപവർ പീപ്പിൾ ഹു മേ ലാക്ക് ദ മെൻ്റൽ കപ്പാസിറ്റി ടു മേക്ക് ദെയർ ഓൺ ഡിസിഷൻസ് about their care and treatment. It applies to people aged 16 and over. Actually ഇത് കവർ ചെയ്യുന്നത് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ലൈക്ക് ഇറ്റ് കവേഴ്സ് ഡിസിഷൻസ് അബൌട്ട് ഡേ ടു ഡേ തിങ്സ് ലൈക്ക് വാട്ട് ടു വിയർ ഓർ വാട്ട് ടു ബൈ ഫോർ ദ വീക്ക്ലി ഷോപ്പ്, ഓർ സീരിയസ് ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻസ് ലൈക്ക് വെദർ ടു മൂവ് ഇൻ ടു എ കെയർ ഹോം ഓർ ഹാവ് എ മേജർ സർജറീസ്. ഓക്കെ, ഇതാണ് മെൻ്റൽ കപ്പാസിറ്റി ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി നമ്മളെപ്പോഴും പലപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് വാക്കുകളാണ് ഡിറ്റൻഷൻ, ട്രൈബ്യൂണൽ, ഗാർഡിയൻഷിപ്പ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഡിറ്റൻഷൻ നമ്മൾ ഇത് പറഞ്ഞപ്പോൾ അല്ലേ, സെക്ഷൻ 2 സെക്ഷൻ 3 നമ്മൾ കണ്ടിരുന്നു. ഡിറ്റൻഷൻ ഫോർ അസസ്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽ, ഡിറ്റൻഷൻ ഫോർ ട്രീറ്റ്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ എ ഡിറ്റൻഷൻ? നമ്മളിതിൻ്റെ വേറൊരു വാക്ക് കൂടി പറയാറുണ്ട്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് ബീയിങ് സെക്ഷൻഡ്. ഓക്കെ, ഈ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന്, ഒരു അസസ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ആ ഒരു പേഴ്സൺ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ബീങ് ഹെൽഡ് ഇൻ എ ഹോസ്പിറ്റൽ ഫോർ അസസ്മെൻറ്റ് ഓർ ട്രീറ്റ്മെൻറ്റ്. ഇനി Tribunal is an independent panel of people who can make a decision whether you should remain in hospital or not. ഓക്കെ, ഈ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടയോ ഡിസിഷൻ എടുക്കാനായിട്ടൊരു പാനലുണ്ട്. ഓക്കെ, ഈ ഒരു പാനൽ എന്ന് പറയുന്നതിൽ ജഡ്ജുണ്ട്, അതുപോലെ തന്നെ എ മെഡിക്കൽ മെമ്പർ, അതുപോലെ ഒരു ലേ മെമ്പർ ലൈക്ക് എ പ്രൊഫഷണൽ വിത്ത് റെലവൻറ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വ്യക്തിക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ വേണ്ടയോ, ഇനി എത്ര നാളെ ട്രീറ്റ്മെൻറ്റ് റിന്യൂ ചെയ്യണോ, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ട്രൈബ്യൂണൽ. ദെൻ ഗാർഡിയൻഷിപ്പ് ഈസ് യൂസ്ഡ് ടു ഹെൽപ്പ് people live outside a hospital. A guardian could be an organization or a person approved by the local authority. ദെൻ സേഫ് ഗാർഡിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് അല്ലേ സേഫ് ഗാർഡിങ്. നമ്മളെപ്പോഴും കാണുന്നതാണ്. ഇറ്റ് മീൻസ് പ്രൊട്ടക്റ്റിംഗ് എ പേഴ്സൺസ് റൈറ്റ് ടു ലീവ് ഇൻ സേഫ്റ്റി ഫ്രീ ഫ്രം അബ്യൂസ് ആൻഡ് നെഗ്ലക്റ്റ്. ദെൻ ഡിപ്രൈവേഷൻ ഓഫ് ലിബർട്ടി സേഫ് ഗാർഡ് 2009. Okay, it is designed to help people from being deprived of their liberty in context of healthcare. That means it is necessary to deprive of their liberty is resident or patient who lacks the capacity to consent to their own treatment, okay, and care in order to keep them safe from harm. അതാണ് ഡിപ്രൈവേഷൻ ഓഫ് ലിബർട്ടി സേഫ് ഗാർഡ് എന്ന് പറയുന്നത്. നമ്മളിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഈ മെൻ്റൽ ഹെൽത്ത് ആക്ടിൽ നിന്ന്, അതുപോലെ മെൻ്റൽ കപ്പാസിറ്റി ആക്ട്, ഇതിൽ നിന്നൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. And that the first question is, if a patient has been assessed as lacking the capacity to make their own decisions, what government legislation or act should be referred to? Option A, Health and Social Care Act 2012, Mental Capacity Act 2005, Equality Act 2007, Care Act 2014. എന്താണ് ക്ലിയർ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടല്ലേ. ഇഫ് എ പേഴ്സൺ ഹാസ് ബീൻ അസസ്ഡ് ആസ് ലാക്കിംഗ് ദ കപ്പാസിറ്റി, ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി, മെൻ്റൽ കപ്പാസിറ്റി ആക്ട് 2005. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യൻ്റ് ഈസ് ബീങ് ഡിസ്ചാർജ്ഡ് ഫ്രം ആൻ NHS മെൻ്റൽ ഹെൽത്ത് ഇൻ പേഷ്യൻ്റ് യൂണിറ്റ് ആൻഡ് എ സപ്പോർട്ടഡ് ഹൗസിംഗ് പ്ലേസ്മെൻറ്റ് ഹാസ് ബീൻ ഫൗണ്ട്. They cannot make decisions about their health and well-being, and they have no friends and family who can represent the patient. ഓക്കെ, നമുക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു, മെൻ്റൽ ഹെൽത്ത് യൂണിറ്റിലായിരുന്നു, പേഷ്യൻ്റ് ഇപ്പോൾ ഡിസ്ചാർജ് ആയി പോവുകയാണ്, ഒരു എന്താ പറയുക, ഹൗസിംഗ് പ്ലേസ്മെൻറ്റിനൊക്കെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു പേഴ്സണ് വേണ്ടി ഡിസിഷൻ എടുക്കാനായിട്ട് ആരുമില്ല, ആ വ്യക്തിക്ക് സ്വയം കപ്പാസിറ്റി ഇല്ല, അതുപോലെ ഫാമിലിയോ ഫ്രണ്ട്സോ ഇല്ല. ആ ഒരു പേഷ്യൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കുമെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ അഡ്വൈസർ, സോഷ്യൽ വർക്കർ, ഇൻഡിപെൻഡൻറ്റ് മെൻ്റൽ കപ്പാസിറ്റി അഡ്വക്കേറ്റ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്. ആർക്കാണ്? എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൻഡിപെൻഡൻറ്റ് മെൻ്റൽ കപ്പാസിറ്റി അഡ്വക്കേറ്റ്. ഇനി, വാട്ട് ഏജ് ഡസ് ദ പേഴ്സൺ ഹാവ് ടു ബി എലിജിബിൾ ഫോർ എ ഡോൾസ്?
Any age over 65 years, 16 and over, 18 and over. The answer is option D, 18 and over. What does assessing no refusal means? That the person who has not already refused treatment, that the person cannot or is unable to refuse treatment, that the person does not already have an advanced decision, the person is already detained or being treated under the Mental Health Act. ഓക്കെ, നോ റിഫ്യൂസൽ നമ്മുടെ ഡിപ്രൈവേഷൻ ഓഫ് ലിബർട്ടി സേഫ് ഗാർഡിൽ വരുന്നൊരു ഇതാണ് ഈ അസസിങ് നോ റിഫ്യൂസൽ എന്ന് പറയുന്നത്. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, no refusal. Assessing no refusal means that the person does not already have an advanced decision. What age does the Mental Capacity Act applies to? Any age over 65 years, 16 and over, 18 and over. Okay. Answer is option C, 16 and over. The office of the public guardian help the people to set up a lasting powers of attorney, arrange court of protection, visits to people who may lack the capacity, provides advice and support, all of the above. The answer is option D. Okay, office of the public guardian provides a range of services to help the people with legal matters related to mental capacity. Next question is, what is a DOLS? Deprivation of liberty safeguard, deprivation of life safeguard, denial of life safeguard, denial of liberty safeguard. The answer is option A, deprivation of liberty safeguard. The primary purpose of the Mental Capacity Act is provide a legal structure for decision making and deciding whether someone has or lacks the capacity to make their own decision, to determine how intelligent someone is, safeguarding adults at risk of harm and abuse, enable professionals to make decisions for people. ഓക്കെ, മെന്റൽ കപ്പാസിറ്റി ആക്ടിന്റെ പ്രൈമറി പർപ്പസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇറ്റ് പ്രൊവൈഡ് എ ലീഗൽ സ്ട്രക്ചർ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡിസൈഡിങ് വെദർ സമൺ ഹാസ് ഓർ ലാക്സ് എ കപ്പാസിറ്റി ടു മേക്ക് ദർ ഓൺ ഡിസിഷൻ. Who does the Mental Capacity Act applies to? People who have learning disability, people who have a mental illness, person with personality disorders, all of the above. The answer is option D, all of the above. Which of the following best describes an independent mental capacity advocate? A person who works for the best outcomes of the individual lacking capacity, a person who looks after the interest of the individual's family, a person who looks after the interest of the local authority, a person who represents the views of the care provider. ഓക്കെ, ഇൻഡിപെൻഡന്റ് മെന്റൽ കപ്പാസിറ്റി അഡ്വക്കേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ എ അല്ലേ, എ പേഴ്സൺ ഹു വർക്ക്സ് ഫോർ ദ ബെസ്റ്റ് ഔട്ട്കംസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ലാക്കിംഗ് ദ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ CBT എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് മെന്റൽ ഹെൽത്ത് ആക്ടിനെ പറ്റി, മെന്റൽ കപ്പാസിറ്റി ആക്ടിനെ പറ്റി. അതുപോലെ തന്നെ നമുക്ക് ഒരു വ്യക്തിയുടെ കൺസെന്റ് ഇല്ലാതെ തന്നെ, ഇപ്പോൾ മെന്റൽ ഹെൽത്ത് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു വ്യക്തിയാണ്, മെന്റലി ഇല്ലാണ്, നമുക്ക് ആ ഒരു വ്യക്തിയുടെ കൺസെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.